ഇസ്രയേലും അമേരിക്കയും നടത്തിയ ഇറാനെതിരെയുള്ള ആക്രമണത്തിന്റെ ഈ ഒരു സാഹചര്യത്തിൽ മുസ്ലിം ലോകത്ത് ഒരു നാറ്റോക്ക് സമാനമായ ഒരു സഖ്യം രൂപീകരിക്കപ്പെട്ടത് നിങ്ങൾക്കറിയാം. മക്ക അഗ്രിമെന്റിലൂടെ പാകിസ്ഥാനും തുർക്കിയും സൗദി അറേബ്യയും ചേർന്നതാണ് ഈ സഖ്യം. ലോകത്തെ വലിയ സമ്പന്ന രാഷ്ട്രങ്ങളിൽപ്പെട്ട സൗദി അറേബ്യ ആധുനിക യുദ്ധ സംവിധാനങ്ങളിലും ടെക്നോളജികളിലും ഏറ്റവും മുന്നിൽ നിൽക്കുന്ന നാറ്റോ രാഷ്ട്രങ്ങളിലെ രണ്ടാമത്തെ രാഷ്ട്രമെന്ന് പറയാവുന്ന തുർക്കിയാണ് മറ്റൊന്ന്. അതുപോലെ തന്നെ പാകിസ്ഥാനും. ഈ മൂന്ന് രാഷ്ട്രങ്ങൾ, അതായത് മുസ്ലിം ലോകത്തെ ഏക ആണവ ശക്തിയാണ് പാകിസ്ഥാൻ. ഈ മൂന്ന് രാഷ്ട്രങ്ങളും ചേർന്ന് ഒരു സഖ്യം രൂപീകരിക്കപ്പെടുമ്പോൾ അതിന്റെ പിന്നിൽ പലതും ഉണ്ടാകും. എന്നാൽ കഴിഞ്ഞ ദിവസം വന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത, ഈ സഖ്യത്തിലേക്ക് ഈജിപ്ത് കടന്നു വരുന്നതിനെ സൗദി അറേബ്യ എതിർത്തിട്ടുണ്ട് എന്നാണ്. കാരണം ഈജിപ്ത് UAE-യോടൊപ്പം പല കാര്യങ്ങളിലും നിന്നിട്ടുണ്ട്. സൗദി അറേബ്യയോട് സപ്പോർട്ട് ചെയ്യാതെ UAE-ക്കൊപ്പം നിന്നു എന്ന ചെറിയ കാരണമാണ് ഇപ്പോൾ സൗദി അറേബ്യ ഇതിനു വേണ്ടി പറഞ്ഞിട്ടുള്ളത്. യഥാർത്ഥത്തിൽ ഇസ്രയേലുമായിട്ടുള്ള ഒരു നീക്കം, ഇസ്രയേലിനെതിരെയുള്ള ഒരു സഖ്യമാണ് ഇവിടെ രൂപീകരിക്കപ്പെടുന്നതെങ്കിൽ ഈജിപ്ത് ഇതിന്റെ പാർട്ടായി വരിക എന്നത് വളരെ പ്രസക്തമാണ്. കാരണം ഈജിപ്ത് ഇസ്രയേലിനോട് അതിർത്തി പങ്കിടുന്ന രാഷ്ട്രമാണ്. അതുമാത്രമല്ല, അറബ് രാഷ്ട്രങ്ങളിൽ ഏറ്റവും വലിയ സൈനിക ശക്തി കൂടെയാണ് ഈജിപ്ത് എന്ന് പറയുന്നത്. അതേസമയം തുർക്കിയെ സംബന്ധിച്ചിടത്തോളം ഈജിപ്ത് കടന്നു വരുന്നതിൽ ഒരു പ്രശ്നവും ഒരു പ്രതിസന്ധിയും ഉണ്ടാകാനുള്ള സാധ്യതയില്ല. കാരണം ഞാൻ പറഞ്ഞ ഇസ്രയേലുമായി അതിർത്തി പങ്കിടുന്ന രാഷ്ട്രമാണ് എന്ന് ഈ തുർക്കി മനസ്സിലാക്കുന്നുണ്ട്. എന്നാൽ മുർസിയെ അധികാരത്തിൽ മാറ്റി സിസി കടന്നു വരുമ്പോൾ, ഈജിപ്തിൽ കടന്നു വരുമ്പോൾ അത് ഉറുദുകാരും സിസിയും തമ്മിൽ ചെറിയ ഭിന്നതകൾ ഉണ്ടായിരുന്നുവെങ്കിലും അത് പിന്നീട് ഇല്ലാതാവുകയും വലിയ ബന്ധം പുലർത്തുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഈജിപ്തിന് അത്തരം ഒരു പ്രശ്നമുണ്ടാകാൻ സാധ്യതയില്ല. അതുകൊണ്ടാണ് സൗദി അറേബ്യ ഇപ്പോൾ ശക്തമായി അതിനെ എതിർത്തിരിക്കുകയാണ്. എന്നാൽ ഈ സഖ്യത്തിന്റെ ലക്ഷ്യം എന്താണ്? യഥാർത്ഥത്തിൽ ഇറാൻ ഗൾഫ് രാഷ്ട്രങ്ങളിൽ ആക്രമണം നടത്തിയപ്പോൾ ഇറാന്റെ അല്ലെങ്കിൽ ഷിയാക്കളുടെ കടന്നുകയറ്റത്തെ എതിർക്കുക എന്നതാണോ ഇതിന്റെ പരമപ്രധാനമായ ലക്ഷ്യം എന്നത് ഒരു സംശയാസ്പദമാണ്. പക്ഷേ ആ സംശയങ്ങൾക്ക് ഇപ്പോൾ പ്രസക്തിയില്ല. എന്തുകൊണ്ട്? ഇന്ന് പാകിസ്ഥാനെ കുറിച്ച് റഷ്യ നടത്തിയ ഒരു പ്രസ്താവന വളരെ പ്രസക്തമാണ്. റഷ്യ പറയുന്നത് ഇറാന് ഈ സഖ്യത്തിലേക്ക് ചേർക്കുന്നതിൽ പാകിസ്ഥാന് എതിർപ്പില്ല എന്നാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഇസ്രയേലിനെതിരെയാണ് ഈ സഖ്യം എന്നതിന്റെ വ്യക്തമായ ചില രേഖകൾ ഉണ്ടായിട്ടുണ്ട്. കാരണം നമുക്കറിയാം, ഈ അടുത്ത കാലത്തായി ഇസ്രയേലിനോട് ചേർന്ന് നിൽക്കുന്ന എല്ലാ രാഷ്ട്രങ്ങളിലും അധിനിവേശം നടത്തുക, അവിടെയുള്ള ക്രമസമാധാനം തകർക്കുക, അവിടെ ആഭ്യന്തര കലാപങ്ങൾ ഉണ്ടാക്കുക, ഇങ്ങനെ ഇസ്രയേൽ നടത്തിക്കൊണ്ടിരിക്കുന്ന കടന്നുകയറ്റങ്ങളെ ചെറുക്കുക എന്നത് അറബ് രാഷ്ട്രങ്ങളുടെ ഒരു വികാരമാണ്. ഇസ്രയേലിന്റെ കടന്നുകയറ്റം, അതിരുവിട്ട നീക്കങ്ങൾ, അതുപോലെ മുസ്ലിം ലോകത്തെ അല്ലെങ്കിൽ ഈ അയൽ രാഷ്ട്രങ്ങളിലൊക്കെയുള്ള തലവന്മാരെ കൊന്നുകളയുക, ഇങ്ങനെയുള്ള പല നീക്കങ്ങളും ഇസ്രയേൽ നടത്തുന്നുണ്ട്. ഇത് ഒരിക്കലും വെച്ചു പൊറുപ്പിക്കാൻ പറ്റില്ല എന്ന് വിചാരിക്കുന്നുവെങ്കിലും ആരും മണികെട്ടുമെന്നൊരു ചോദ്യമുണ്ട്. പക്ഷേ ഇറാനും ഇസ്രയേലും തന്നെ തമ്മിലുണ്ടായ യുദ്ധത്തിലൂടെ എന്താണ് ഇസ്രയേൽ, എന്താണ് ഈ അമേരിക്കയുടെ പവർ എന്നതൊക്കെ ബോധ്യപ്പെട്ട സാഹചര്യത്തിൽ ഇത്തരം ഒരു സഖ്യത്തിന് പ്രസക്തി ഉണ്ട് എന്ന് ഈ രാഷ്ട്രങ്ങൾ മനസ്സിലാക്കുന്നു. ഇസ്രയേലിനെ പൂർണ്ണമായും തടഞ്ഞു നിർത്താൻ കഴിയും ഇന്നത്തെ സാഹചര്യത്തിൽ എന്ന് അവർക്കറിയാം. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു സഖ്യം രൂപീകരിക്കപ്പെടുന്നു. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് ഈജിപ്തിന് ഇതിലേക്ക് കടന്നു വരാനുള്ള സാഹചര്യം ഇല്ലാതാക്കുക എന്ന സൗദി അറേബ്യയുടെ ഈ ഒരു നീക്കം, അത് എന്തുകൊണ്ടാണ്, അല്ലെങ്കിൽ അതൊരു ആശ്ചര്യപരമായ ഒരു കാര്യമായി ഇവിടെ നിലനിൽക്കുകയാണ്. എന്തായാലും കഴിഞ്ഞ ദിവസം അന്താരാഷ്ട്ര മാധ്യമങ്ങൾ വളരെ പ്രസക്തമായ ഒരു വാർത്തയായിട്ടാണ് ഇതിനെ കണ്ടിട്ടുള്ളത്. സൗദി അറേബ്യ ഓപ്പോസിറ്റ് ഈജിപ്ത് ജോയിനിങ് ദി മക്ക അഗ്രിമെന്റ് ഡിഫൻസ് പാക്ട് എന്നാണ്. മക്ക അഗ്രിമെന്റിലേക്ക് ഈജിപ്ത് കടന്നു വരുന്നതിന് സൗദി അറേബ്യ അതിനെ എതിർക്കുന്നു എന്നാണ്. ഈജിപ്ത് UAE-യോടൊപ്പം നിന്നു എന്ന കാര്യത്തിന് ഈജിപ്ത് നൽകിയ മറുപടി, ഹൂത്തികളുമായി സൗദി അറേബ്യ പ്രതിസന്ധിയിലായ ഘട്ടത്തിൽ ഹൂത്തികൾക്കെതിരെ എല്ലാവിധ സഹായങ്ങളും ഈജിപ്ത് നൽകിയിട്ടുണ്ട് എന്നാണ്. എന്തായാലും ഈ ഒരു സഖ്യത്തിലേക്ക് ഈജിപ്ത് കടന്നു വരുമോ? അറബ് രാഷ്ട്രങ്ങളിലെ ഏറ്റവും വലിയ ഒരു സൈനിക ശക്തി എന്ന് പറയാവുന്ന ഈജിപ്ത് ഈ ഒരു സഖ്യത്തിലേക്ക് കടന്നു വരുമ്പോ അത് കടന്നു വരുന്നത് തീർച്ചയായും ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം വലിയ ആശങ്കയുണ്ടാക്കും, വലിയൊരു ഭീതി പടർത്തുന്ന കാര്യമായിരിക്കും എന്നതിൽ സംശയമില്ല.